അമേരിക്ക ചൈനയിൽ ബോംബിടും. തായ്വാന്റെ പേരിൽ അമേരിക്ക ചൈന യുദ്ധം. ലോകമുറ്റുനോക്കിയ US ചൈന ഉച്ചകോടിക്ക് ബീജിംഗിൽ തിരശ്ശീല വീഴുമ്പോൾ പുറത്തുവരുന്നത് വൻ ശക്തികൾക്കിടയിലെ പുതിയ നയതന്ത്ര പോരാട്ടത്തിന്റെ സൂചനകളാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ബീജിംഗിൽ നടത്തിയ ചരിത്രപരമായിട്ടുള്ള 2 ദിവസത്തെ ഉച്ചകോടിക്ക് പിന്നാലെ തായ്വാൻ ചൈനയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിനെതിരെ ട്രംപ് നൽകിയ കടുത്ത മുന്നറിയിപ്പ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയാണ്. തായ്വാന്റെ ഏകപക്ഷീയമായിട്ടുള്ള സ്വയംഭരണ പ്രഖ്യാപനത്തെ അമേരിക്ക അനുകൂലിക്കില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് മേഖലയിൽ മറ്റൊരു യുദ്ധത്തിന് താല്പര്യമില്ലെന്ന കൃത്യമായ സന്ദേശം കൂടി നൽകുന്നുണ്ട്. എങ്കിലും യുദ്ധം അനിവാര്യതയാകുമോ? 2 മണിക്കൂർ നീണ്ട ചർച്ചയിൽ തായ്വാൻ വിഷയം ഒരു കത്തുന്ന കനലായി. ഈ തർക്കം US ചൈന ബന്ധത്തെ പൂർണ്ണമായും തകർക്കാൻ ശേഷിയുള്ളതാണ് എന്ന് ഷീ ജിൻപിങ്ങിന്റെ മുന്നറിയിപ്പ് വരെ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഏതു സൈനിക നീക്കവും ഗുരുതരമായ തെറ്റായിരിക്കുമെന്ന് അമേരിക്കയ്ക്ക് പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ബീജിംഗിൽ ട്രംപും ഷിയും നേർക്കുനേർക്കെത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരിക്കുന്നു. നയതന്ത്ര യുദ്ധം മുറുകുമെന്ന് ചൈനയ്ക്ക് റൂബിയോയുടെ താക്കീത് കൂടിയാകുന്നു. അപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിൾ നടത്തിയ അടച്ചിട്ട മുറിയിലെ ചർച്ചകളുടെ വിവരങ്ങൾ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്.